പിന്നെ അല്ലാതെ പോയിരുന്നു കണ്ടിട്ട് ഒരു കാര്യമില്ല. തിയേറ്ററിൽ തന്നെ ഈ ഇടി കണ്ടില്ലെങ്കിൽ പിന്നെ ആ ഇടി കാണേണ്ട ആവശ്യമില്ല. തിയേറ്ററിലെ ആ ഒരു എഫക്റ്റ് അനുസരിച്ച് തന്നെ ഈ പടം ഇരുന്ന് കാണുക. ഒരു നടനെ എങ്ങനെ പല രീതിയിൽ കൊണ്ടുവന്നുള്ള ഒരു ഒറ്റ കഴിവ് ഡയറക്ടർക്കും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്കും. അതിൻ്റെ ഒരു തെളിവാണ് ഷാജി കൈലാസ് ടീമിൻ്റെ ഈ വരവ് എന്ന് പറഞ്ഞ പടം. അടിപൊളി തന്നെ ക്യാരക്ടർ ആയിട്ടുള്ള ഇതായിരുന്നു. നല്ല അടിപൊളി മൂവിയാണ്. എന്നെയാണ് കൊല്ലുന്നത്, ആ കുത്തി കൊല്ലുന്നത് എന്നെ തന്നെയാണ്. അടിപൊളിയായിട്ടായിരുന്നു കൊന്നത്. പിന്നെ മസ്വാജ് ആണ്. തുടക്കം തൊട്ടേ കാണുന്നവർക്ക് മനസ്സിലാവും, ഫുൾ അടിയാണ്, ഒരു മാസ് ആക്ഷനാണ്. അതെ അതെ, അതായത് നമുക്ക് പണിക്കൊക്കെ ശേഷം ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മാസ് ആക്ഷൻ മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്. നമുക്ക് ഓണം എന്തായാലും എന്തായി ഈ മൂവി തൂക്കി. വരവ് ഒരു 1.5 വരവാണ്. ഫുൾ കിൻഡൽ ഇടിയാണ്, ഭയങ്കര നൈസാണ്. നിങ്ങൾ എല്ലാവരും പോയി കാണാം. ഓക്കെ, താങ്ക് യു. കാരണം ഇപ്പോഴത്തെ തലമുറയും പഴയ തലമുറകൾക്കൊക്കെ അറിയാവുന്ന ഒരു ഡയറക്ടറാണ് ഷാജി കൈലാസ്. അദ്ദേഹം പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ ചിത്രങ്ങളും ഇപ്പോൾ ഏത് സൂപ്പർ സ്റ്റാറിനിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എനിക്കൊന്ന് 7 ഫൈറ്റ് മാസ്റ്റർമാരുണ്ടെന്നുള്ളതാണ് അറിവ്. കാരണം നല്ല ഫൈറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷമീദിൻ്റെ മകനാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ, നമ്മൾ മാർക്കോലി കണ്ട പോലെ അല്ല ഇതിൽ. പിന്നെ മുരളി ഗോപി, പിന്നെ ഇതിന് നമുക്ക് പറഞ്ഞിട്ട് വാണി വിശ്വാനെ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം വാണി വിശ്വാൻ വമ്പൻ തിരിച്ചറിവ് മാത്രമല്ല, അവരുടെ സംഭാഷണ രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവർ വേറൊരു നാട്ടിൽ നിന്ന് ഇവിടെ നമ്മുടെ പോലീസ് ഓഫീസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആ ശൈലിയൊക്കെ നല്ല രസമായിട്ടുണ്ട്. വാണി വിശ്വാന്റെ സ്റ്റൈല്, അഭിനയം. പിന്നെ ഒരു അർജുന അശോകന് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ജോർജിൻ്റെ മൂവിനെ പറ്റി എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. പിന്നെ ഷാജി കൈലാസ് സാറിൻ്റെ ജോജു ജോർജിൻ്റെ ഒരു കോമ്പോയിൽ വന്നൊരു പടമാണ്. അടിപൊളിയാണ്. ഇടിപ്പടം, ഒരു ഒരു സെറ്റ് ഓഫ് സ്റ്റോറി ഉണ്ട്, നല്ല ഇമോഷൻസ് എല്ലാം ഫോളോ ചെയ്ത് പോകുന്നൊരു കട. അത് ഇടിപ്പ് അങ്ങനെ വെച്ചാൽ ഇഷ്ടമാണ്. അതെ, ജോജി ചേട്ടനും ഇപ്പം നമുക്ക് ഷാജി സാറിനോട് കൂടുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത്. ആ എക്സ്പെക്ട് ചെയ്ത സെയിം സാധനമാണ്. ഇമോഷനാണെങ്കിൽ ഇമോഷനാണ്, റിവെഞ്ചാണെങ്കിൽ റിവെഞ്ചുണ്ട്. പിന്നെ ചോദിച്ചുകൊണ്ട് എപ്പോഴുള്ള പോലെ അടി വെടി പോകാം, എല്ലാം ഉണ്ട് എന്തായാലും. പിന്നെ നമുക്കറിയില്ല, ഷാജി കൈലാസ് എന്ന് പറയുന്നതിന് അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അത്രയും ലോങ് ടൈം എക്സ്പീരിയൻസ് ഉണ്ട്. സോ അടിപൊളിയാണ്. അതെ, ആയിട്ടാണ് ആ ഫിലിം പോകുന്നത്. അത് തന്നെയാണ് ബെറ്റർ. നമുക്കൊരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെ പറയാൻ പറ്റില്ല. മൂവി നല്ല അടിപൊളിയായിട്ട് മാസമായിട്ട് തന്നെ പോകുന്നു. മീൻസ് അത് കണ്ടാൽ നമുക്കാണെങ്കിലും ഒരു അടി കൊടുക്കാൻ തോന്നും. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു റിവെഞ്ച് പോകുന്നത്. മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാം. എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക, അടിപൊളിയാക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ വരവ് സിനിമ കണ്ടു. വരവ് സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്ത ആളാണ് നിൽക്കുന്നത്. ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ ഒരു സിനിമയിൽ ഒരു നല്ലൊരു വേഷം ചെയ്യാൻ സാധിച്ചു. ഒന്ന് പേര് പ്രശ്നം. എൻ്റെ പേര് ഹിൽഡ എന്നാണ്. ഷാജി കൈലാസിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. എന്നാൽ ഞാനൊരു അറൗണ്ട് 20-30 മൂവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും കാണണം. നല്ലൊരു മാസ് പടമാണ്. ഷാജി കൈലാസ് സാറിൻ്റെ പടം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അടിപൊളിയായിട്ടുണ്ട്. ഈ മോള് ഒരു എന്താ പറയുക, ചെറുപ്പകാലം അവതരിപ്പിച്ചൊരു അല്ലേ നമ്മുടെ ചേച്ചിന്, സുകന്യ ചേച്ചിനെ. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. ഷാജി സാറിൻ്റെ പടത്തിൽ കിട്ടിയതും വലിയൊരു അനുഗ്രഹം അല്ലേ. നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. പേര് അമൃത. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വരവ് നല്ലൊരു സിനിമയാണ്, ഞങ്ങൾ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ജോയിച്ചേൻ്റെ ഒരു പെർഫോമൻസ്, ഷാജി കൈലാസ് സാറിൻ്റെ പടം അദ്ദേഹം ഒരുപാട് പടത്തിലുണ്ട്, പക്ഷേ ഈ പടത്തിൽ വേറെ ലെവലാണ്. ഇതെല്ലാവരും സപ്പോർട്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തുടരും കഴിഞ്ഞിട്ട് എൻ്റെ സെക്കൻഡ് ഫിലിമാണ് വരവ്, അതും ഷാജി കൈലാസ് സാറിൻ്റെ മൂവി. സോ ഇതിനകത്ത് മൊത്തമൊരു മാസ് എലമെൻസും പ്ലസ് സാറും കൂടി ആയതുകൊണ്ട് ഫുൾ ആക്ഷൻ മൂവിയാണ്. അതിനോടൊപ്പം കുറേ ഫാമിലി ഡ്രാമയൊക്കെ ഉണ്ട് ഇതിനകത്ത്. സോ ഫാമിലിക്ക് പറ്റുന്ന ഒരു മൂവിയാണ്. പ്ലസ് എല്ലാവർക്കും ഒരു കിൻഡലിടി കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഒരു ഫോട്ടോ ഷാജി കൈലാസ് മൂവിയിലൊരു ഭാഗമാകാൻ പറ്റിയതിനെ കുറിച്ച് എന്താ, വരവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു പെട്ടെന്ന് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞു ഷാജി സാറിന്റെ പടം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എനിക്ക് ഞാൻ വേറെ പടത്തിൽ പിടിക്കുന്ന ഇടയ്ക്കാണ് ഇത് വന്നത്. ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. വേഗം പറയുന്നു, അതിനകത്ത് നോ പറയാനോ ഒന്നും അതിനകത്ത് വേറൊരു തിങ്ക് ചെയ്യാനില്ല. അപ്പോഴേ ഞാൻ ജോയിൻ ചെയ്തു സ്റ്റോറി. പിന്നെയാണ് ഞാൻ എന്നെ വിളിച്ച് നറേറ്റ് ചെയ്തത്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു.
എക്സൈറ്റഡ് ആയിരുന്നു. ഷാജി സാറിന്റെ പടത്തിൽ അഭിനയിക്കുന്നത് തന്നെ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് കണ്ടത്. അത് തന്നെ ഒരു പുള്ളിയുടെ ഫ്രെയിമിലൂടെ കാണാൻ ജോലിച്ചേട്ടനുള്ള ആക്ഷൻ നൈസായിരുന്നു. പുള്ളി ഒരു എനർജി, ഭയങ്കര എനർജി ബോളാണ്. വളരെ രസമുള്ള വർക്ക് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ വീഡിയോസ് ഒക്കെ ഇടും, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുന്നുണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ ഇടും, ഇഷ്ടംപോലുണ്ട്. ഞാൻ അതെല്ലാം എടുത്ത് വെക്കാറുണ്ട്. മാർക്കോന്ന് ഞാൻ ഡിഫൻഡർ എടുത്ത് ഇങ്ങോട്ടാണ് വന്നത്. അടിപൊളിയായിരുന്നു. ഷാജി സാറിനോട് വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യം. എന്തായാലും സന്തോഷമുള്ള കാര്യം. എല്ലാവരും കണ്ടില്ലേ, പടം കണ്ടില്ലേ? ഇടി നോക്കല്ലേ? ഓക്കെ, അതന്നെ വേണ്ടത്. അതിൻ്റെ ഉദ്ദേശം പറയാം. ഡ്രൈവറായിരുന്നു, അപ്പച്ചൻ ഡ്രൈവർ. തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും ധാരാളം ഡ്രൈവർ കഥാപാത്രങ്ങൾ വരുമെന്നാണ്. അവസാനം ആളുകളെ കൊണ്ട് പറയിപ്പിച്ച അയാളെല്ലാം സാർ ഡ്രൈവർ തന്നെയാണ് പറയിപ്പിച്ച് നടക്കുള്ളൂ അല്ലേ? അത്ര തീർച്ചയായിട്ടും ഓടട്ടെ. അപ്പോൾ സിനിമ ഓടാൻ വേണ്ടി ഞാൻ ഇനി ഡ്രൈവറായിട്ടും അഭിനയിക്കാം, അതിന് കുഴപ്പമില്ല, പോരെ? ഓക്കെ. ജോജിയായിട്ട് അതിന് മുമ്പ് ഞങ്ങൾ വേറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പം ജോജിയായിട്ട് നല്ല ഒരു ഇതായിരുന്നു, നല്ല ഇതെന്ന് പറഞ്ഞാൽ നല്ല ഇതാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പം ഏതൊരു ഇപ്പം ISR റോക്കറ്റ് വിക്ഷേപിക്കുന്നത്, എല്ലാ റോക്കറ്റും അങ്ങ് ഉദ്ദേശിക്കുന്നിടത്തേക്ക് പോകും. ചിലതൊക്കെ ചില കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് തന്നെ വിട്ട് കഴിയുമ്പോൾ അവർക്ക് തന്നെ അറിയാം ഇത് ചിലപ്പം ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല എന്നുള്ളവർക്ക് അറിയാം. കാരണം അവർക്ക് നേരത്തെ ഒരു ധാരണ ഉണ്ടാകും. ആ പടം കൊള്ളാം, നല്ലൊരു മൂവിയാണ്. ഷാജി സാറിൻ്റെ പടം നമ്മളിപ്പോൾ പ്രതീക്ഷയോടെ വരില്ലേ, ആ ഒരു സമയം കിട്ടിയിട്ടുണ്ട്. പിന്നെ പഞ്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ പഞ്ച് കിട്ടിയാണ്. നല്ല ഗംഭീരമായിട്ടുള്ള മൂവിയാണ്, ഒരു ഫാമിലി മൂവിയും കൂടിയാണ്. നല്ല രസമായിട്ടുള്ള പടമാണ്. ഇപ്പോൾ പറയാനുള്ളത് നമ്മുടെ മുരളി ഗോപി നല്ല ഉള്ള ഗംഭീരമൊക്കെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഹായ്, നമസ്കാരം. അപ്പോൾ ജോർജ് ചേട്ടൻ്റെ വരവ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. നല്ല ഗംഭീര വരവ് തന്നെയാണ്. തിയേറ്ററിലൊരു ഇടിയുടെ മാരക പെരുന്നാൾ തന്നെയാണ്. സസ്പെൻസ് ത്രില്ലർ ഫാമിലി മൂവിയാണ്. ഒരു കിൻഡൽ ഇടി എന്ന് പറയാം. ഇടിയുടെ ഒരു വസന്തം തന്നെയാണ് ഈ പടം. മാസാണ്. എനിക്ക് പറയാനുള്ള ഇപ്പൊ ഇതിലെ വില്ലലിസം കണ്ടപ്പോൾ ചില ആൾക്കാർ നമുക്കിട്ട് പണി വെക്കുന്നുണ്ട്. പേര് ഞാൻ പറയുന്നില്ല, പറയണ്ട. അപ്പൊ നമുക്കിട്ട് ചില ആൾക്കാര് നെഗറ്റീവായിട്ട് എഴുതുന്നുണ്ട് അല്ലെ, എനിക്കിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, ഇനിയും അത് തുടരാനാണ് പ്ലാനെങ്കിൽ ഈ ജോജിന്റെ കഥാപാത്രം ഞാൻ കളവെടുക്കും. ഞാൻ വില്ലനായി കഴിഞ്ഞാൽ അറിയാല്ല. നമ്മൾ ഈ ചില ആൾക്കാർ പറയും ഓട്ടിസം ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ നമ്മള് ക്രിമിനൽ സ്വഭാവം നടക്കല്ലേ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഒരിക്കലും ക്രിമിനൽ ആക്കരുത്. ക്രിമിനൽ ആക്കി കഴിഞ്ഞാൽ നമ്മള് വെറുതെ ഇരിക്കില്ല. ചൊറിയാൻ വരരുത്. അപ്പൊ നമുക്കിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് ചൊറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് ചൊറിയൊന്നുമല്ല, പക്ഷെ നേരിട്ട് കയറി ആക്രമിക്കും. അത് ഒന്നും പിടിച്ചാൽ കിട്ടില്ല. അത് വിഷമത്തോടെ പറയുന്നത്. ആരോ ഇഷ്ടം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അവരൊക്കെ നമുക്കിട്ട് ചൊറിയാൻ വന്നു കഴിഞ്ഞാല് ഈ സിനിമ തിയേറ്ററിൽ കണ്ട പോലത്തെ ഫൈറ്റും ആ ഒരു കൊലപാതക സീക്വൻസ് ആയിരിക്കും കാണേണ്ടത് റിയൽ ലൈഫ്. അപ്പൊ അത് റീല് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ചില ആൾക്കാർക്കുള്ള ദേഷ്യപ്പെട്ടുള്ള റീല്. പക്ഷെ നമ്മളെ ഒരാള് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്രമിക്കുന്നുണ്ട്. അവൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുമ്പോഴും പഠിക്കും, അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് അവൻ തീരും. വെളിപ്പെടുത്തുന്നില്ല. കാരണം ആ വ്യക്തി ഇനി എന്നെ പറ്റി എഴുതാനോ തിരുമേക്ക് അവനെ ഞാൻ കൊല്ലും. മനസ്സിലായി? അത് മീഡിയയുടെ മുന്നിലാണ് പറയുന്നത്. കാരണം അത് നിയമപരമായിട്ട് അവൻ ഇതിന് കേസ് കൊടുത്താൽ
ചേട്ടൻ ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് വന്നാലേ നമ്മൾ ഇടിക്കുള്ളൂ. ആൾക്കാർ തന്നെ പല രീതിയിൽ പല സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് കളിക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ഒരു വലിയ താരത്തിനെ കുറിച്ചിട്ടാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അത് അറിയാതെ പറഞ്ഞതാണോ അതോ അതൊക്കെ മെന്റൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതൊക്കെ നിയമപരമായിട്ട് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും സിനിമാക്കാർ അതിൽ കുറച്ചുകൂടി ഇടപെടണം. കാരണം സന്തോഷ് വർക്കിയുടെ ഫേസ്ബുക്ക് പേജ് മറവിപ്പിക്കുക. കാരണം തൊപ്പിയുടെയും ഗ്യാങ്ങിൻ്റെ ഒക്കെ യൂട്യൂബ് അടിച്ചു കളഞ്ഞല്ലോ. അപ്പോൾ മലയാള സിനിമാ നടന്മാരുടെ സംഘടനയ്ക്ക് എന്തുകൊണ്ട് സന്തോഷ് വർക്കിന്ന് ആറാട്ടണ്ണൻ്റെ പേജ് അടിച്ചു കളയാൻ പറ്റുന്നില്ല? ശരിക്കും അത് ഇപ്പോൾ നടിമാരായതുകൊണ്ട് മാത്രമാണ് ചുമ്മാണ്ടിരിക്കുന്നത്. വേറെ സാധാരണക്കാരാണെങ്കിൽ അത് പ്രതികരിച്ചാണ്. പക്ഷേ നടിമാരത് പ്രതികരിക്കട്ടെ. കാരണം ഞാനും ഒരു ചേട്ടനെ പോലെ കാണുന്ന വ്യക്തിയാണ്. പക്ഷേ എങ്കിലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ലാൽ സാറിനെ പറ്റി അങ്ങനത്തെ ഒരു എനിക്ക് പറയാൻ പാടില്ല. ഞാനത് ദുഃഖിക്കുന്നു പറയുന്നതിൽ. അപ്പൊ കാരണം ഞാനൊരു ഫാൻ ബോയ് എന്ന നിലയിൽ ലാലേട്ടനെ പറ്റി പറഞ്ഞതിൽ പുള്ളിനെ ഞാൻ തിരിച്ച് ഉപദ്രവിക്കാൻ നിന്നില്ലെങ്കിലും രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് മൈൻഡിലുണ്ട്. പക്ഷെ നിയമത്തിന്റെ ഇതിൽ എനിക്ക് ഒരു വിലക്കല്ല, ഒരു പേടിയുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളൊന്നും ചെയ്യാത്തല്ലേ. ഇപ്പൊ പുള്ളിക്കെതിരെ പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട് പുള്ളി എന്നെ പറ്റിയും പറയുന്നത്. അതൊന്നും പക്ഷെ എന്നെ പറ്റി പറയുന്ന പോലെ ലാലേട്ടണ്ണ. പക്ഷെ ലാൽ സാറിനൊക്കെ പറ്റി പറയുമ്പോൾ അത് സൂക്ഷിച്ച് പറയുക. അത് എപ്പോഴാണ് ഇവിടെ നിന്നാണ് അടിവന്നത് മാത്രമല്ല. ഇന്നലെ ഒരു ഫ്ലെക്സ് വന്നിട്ടുണ്ടായിരുന്നു, അണ്ണൻ ഞാൻ അണ്ണന് 3000 രൂപ എടുക്കാണ്ടെന്ന്. ഏതുവരെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അണ്ണൻ ചുമ്മാ ഓരോന്ന് വിളിച്ചു പറച്ചിലും ഇതാണ് പണി. അണ്ണൻ ഈ കാണുമ്പോൾ എല്ലാവർക്കും സഹായിക്കും. അത് പിന്നെ ഇടി മാത്രമല്ല, ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ട്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ്, എസ്പെഷ്യലി ജോജു ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്, രക്ഷയില്ല. പിന്നെ എസ്പെഷ്യലി മുരളി ഗോപി, ഈസ് മൈ ഫേവറേറ്റ് ആക്ടർ. പുള്ളിയാണ് കേട്ടോ. നെഗറ്റീവ് റോളിൽ അടിച്ചു പൊളിച്ചു. MLA നന്നായിരുന്നു. റിയൽ ലൈഫ് MLA ഫീൽ തോന്നി എനിക്ക്. ഇന്നിറങ്ങിയ വരവ് ശരിക്കും നമ്മൾ ഇതിൽ മാധ്യമങ്ങളിലൊക്കെ കണ്ടുപോലെ ഒരു ജോർജ് ജോർജിൻ്റെ ഒരു 1.5 വരവ് തന്നെയായിരുന്നു വരവ്. കാരണം ഇതിൽ കിൻഡിലിടി എന്നുള്ള പരസ്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനെക്കാട്ടി ഇരട്ടി കിൻഡിലിടിയായിരുന്നു ഈ വരവെന്ന ചിത്രത്തിൽ. ഷാജി കൈലാസ് എന്ന ഡയറക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികൾക്ക് സുപരിചിതനായ ഇദ്ദേഹം എല്ലാ ഫെസ്റ്റിവലിലും എല്ലാ സൂപ്പർ സ്റ്റാറുകളെയും വെച്ച് എടുത്ത ചിത്രങ്ങൾ ഒരുപാടുണ്ട്. നമുക്കതൊക്കെ ഓർമ്മ വന്നു ഈ സിനിമ കണ്ടപ്പോൾ. കാരണം ഓരോ ചില വിഷ്വൽസൊക്കെ നമുക്കിപ്പോൾ കിങ്ങിലേക്ക് നമുക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഇതേപോലെ കൂടാതെ വേറൊരു ഇതിൽ പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അർജുൻ അശോകൻ എന്ന നടന് നല്ലൊരു റോളാണ് കിട്ടിയത്. കാരണം അർജുൻ അശോകൻ ഇതുവരെ ചെയ്തതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം. പിന്നെ ജോർജ് ജോർജിൻ്റെ ഒന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരഘടനയ്ക്കൊത്തുള്ള ഒരു ക്വിൻറ്റിലിടി എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പെർഫോമൻസാണ് നമ്മുടെ ജോർജ് ജോർജ് എന്ന അതിൽ നടൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വാണി വിശ്വനാഥിൻ്റെ ഒരു തിരിച്ചുവരവ്. ഇപ്പോൾ റൈഫിൾ ക്ലബ്ബ് കഴിഞ്ഞിട്ട് വാണി വിശ്വനാഥ് ഇങ്ങനെ ഒരു പോലീസ് ഓഫീസർ വേഷം. കാരണം നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടേക്കുന്ന പോലീസ് ഓഫീസർ വേഷമോ അല്ലെങ്കിൽ ഈ കിങ്ങിലെ പോലെ അസിസ്റ്റൻറ്റ് കളക്ടറാ, അതിനെല്ലാം വ്യത്യസ്തമായിട്ട്. പിന്നെ ഇവരുടെ വാണി വിശ്വനാഥിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ചെയ്ത കഥാപാത്രം അന്യ സംസ്ഥാനത്തു നിന്ന് തന്നെ ഒരു ഓഫീസറായിട്ട് വരുന്ന ആ രീതി, ആ സംഭാഷണ ശൈലി, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ പിന്നെ ഷമിത്തിരാൻ്റെ മകൻ അഭിമന്യു സൂപ്പറായിട്ടുണ്ട്. കാരണം നമ്മൾ മാർക്കോയിലൊക്കെ കണ്ട വേഷം. പിന്നെ അതുകൂടാതെ അദ്ദേഹം അതിനുശേഷം ബേബികൾ എന്ന് പറഞ്ഞവിടെ വന്നിരുന്നു. അപ്പോൾ അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മുരളി ഗോപി എന്ന ഒരു അതുല്യ എഴുത്തുകാരൻ, വലിയൊരു നടൻ്റെ മകൻ, നമ്മുടെ കൊടിയേറ്റം ഗോപി എന്ന അതുല്യ നടൻ്റെ മകൻ മുരളി ഗോപി, നല്ലൊരു വേഷമാണ് ഇതിൻ്റെ അകത്ത് ചെയ്തത്. ഒരു അച്ചായം വേഷം സൂപ്പറായിട്ടുണ്ട്. പിന്നെ എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ അസീസ്കയ്ക്കും നല്ലൊരു ചായക്കടക്കാരൻ്റെ വേഷം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോട്ടയം രമേശേട്ടൻ നമുക്ക് സുപരിചിതനായ അദ്ദേഹത്തിൻ്റെ സംഭാഷണം കൊണ്ട് ഒരു മലയാളത്തിൽ വ്യത്യസ്ത കാണിക്കുന്ന ഒരു നടനാണ് കോട്ടയം രമേശേട്ടൻ.
നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ബിനു എന്ന് പറഞ്ഞൊരു നടനുണ്ട്, തിരുവനന്തപുരംകാരൻ. അദ്ദേഹത്തിൻ്റെ പേര് അത് തന്നെയാണെന്ന് എനിക്ക് ഓർമ്മ. നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞ കുഞ്ഞു കുട്ടി, അത് കാഴ്ചയില്ലാത്ത കുട്ടിയായിട്ട് അഭിനയിക്കുന്നത് നന്നായിട്ടുണ്ട്. പിന്നെ അസീസ് കട വൈഫായിട്ട് അഭിനയിക്കുന്നവർ എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. വരവ് ഒരു 1.5 വരവ് തന്നെ. നല്ല ഫോട്ടോഗ്രാഫി, അടിപൊളി, സൂപ്പർ.